Dear students, our next topic is enzyme catalysis. Enzymes are complex nitrogenous organic compounds which are produced by living plants and animals. They are protein molecules of high molecular mass. They are very effective catalysts. Numerous reactions that occur in the bodies of animals and plants to maintain the life process are catalyzed by enzymes. Therefore, the enzymes are also known as biochemical catalyst, and that process is known as biochemical catalysis. ഇപ്പോൾ നമ്മൾ ഈ ബയോളജിയിൽ മെയിനായിട്ട് നിങ്ങൾ എൻസൈമിൻ്റെ കാര്യങ്ങൾ പഠിക്കുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ പഠിക്കുന്നത് എൻസൈം കറ്റാലിസിസ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് എന്താണെന്നുള്ളതാണ്. ഇവിടെ എൻസൈംസ് എന്ന് പറയുന്ന അതിൻ്റെ ഡെഫിനേഷൻ നോക്കുക. ദേ ആർ കോംപ്ലക്സ് നൈട്രോജനസ് ഓർഗാനിക് കോമ്പൗണ്ട്സ് വിച്ച് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ലിവിങ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. പിന്നെ അതിൻ്റെ അകത്ത് പറയുന്നത് ഇവ പ്രോട്ടീൻ മോളിക്യൂൾസ്, ഹൈ മോളിക്കുലാർ മാസ് ഉള്ള പ്രോട്ടീൻ മോളിക്യൂൾസാണ്. അതോടൊപ്പം തന്നെ പല നമ്മുടെ ബോഡിയിലെ ആനിമൽസിൻ്റെ ആയിക്കോട്ടെ പ്ലാന്റ്സിൻ്റെ ആയിക്കോട്ടെ ബോഡിയിലെ പല റിയാക്ഷൻസിനെയും കാറ്റലൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സബ്സ്റ്റൻസാണ് ഈ എൻസൈമുകൾ. അതുകൊണ്ട് തന്നെ ഈ എൻസൈമുകളെ ബയോകെമിക്കൽ കാറ്റലിസ്റ്റ് എന്നും കൂടി വിളിക്കാറുണ്ട്. ഇനി പറയുക അതിൻ്റെ നമ്മൾ എൻസൈം കാറ്റലൈസ്ഡ് റിയാക്ഷൻസിന് കുറച്ച് എക്സാമ്പിൾസാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് എക്സാമ്പിൾ പറയുക ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ. അപ്പോൾ ഇൻവെർട്ടേസ് എന്ന് പറയുന്ന എൻസൈം ദറ്റ് കൺവേർട്സ് കെയിൻ ഷുഗർ ഇൻറ്റു ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ്. അതാണ് ഫസ്റ്റ് എക്സാമ്പിൾ പറയുക. ഇൻവെർട്ടേസ് എന്ന് പറയുന്ന എൻസൈം കെയിൻ ഷുഗറിനെ ഗ്ലൂക്കോസ് ആക്കിയും ഫ്രക്ടോസ് ആക്കിയും കൺവേർട്ട് ചെയ്യുന്നു. സെക്കൻഡ് എക്സാമ്പിൾ എന്ന് പറയുന്നത് കൺവേർഷൻ ഓഫ് ഗ്ലൂക്കോസ് ഇൻറ്റു ഈത്തൈൽ ആൽക്കഹോൾ. അവിടെ സൈമേസ് എന്ന് പറയുന്ന എൻസൈം ദറ്റ് കൺവേർട്സ് ഗ്ലൂക്കോസ് ഇൻറ്റു ഈത്തൈൽ ആൽക്കഹോൾ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ ഗ്ലൂക്കോസിനെ ഈത്തൈൽ ആൽക്കഹോളും കാർബൺ ഡൈ ഓക്സൈഡും ആക്കി കൺവേർട്ട് ചെയ്യുന്ന എൻസൈമാണ് സൈമേസ്. ദെൻ തേർഡ് വൺ ഈസ് കൺവേർഷൻ ഓഫ് സ്റ്റാർച്ച് ഇൻറ്റു മാൾട്ടോസ്. എൻസൈം ഡയാസ്റ്റേസ് എന്ന് പറയുന്ന ആ ഒരു എൻസൈം ദറ്റ് കൺവേർട്സ് സ്റ്റാർച്ച് ഇൻറ്റു മാൾട്ടോസ്. സ്റ്റാർച്ചിനെ മാൾട്ടോസ് ആക്കി കൺവേർട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് എൻസൈം ഡയാസ്റ്റേസ്. ദെൻ ഫോർത്ത് വൺ ഈസ് കൺവേർഷൻ ഓഫ് മാൾട്ടോസ് ഇൻറ്റു ഗ്ലൂക്കോസ്. മാൾട്ടേസ് എന്ന് പറയുന്ന എൻസൈം മാൾട്ടോസിനെ ഗ്ലൂക്കോസ് ആക്കി കൺവേർട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ ഫിഫ്ത്ത് വൺ ഡീകമ്പോസിഷൻ ഓഫ് യൂറിയ ഇൻറ്റു അമോണിയ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. അവിടെ എൻസൈം യൂറിയേസ് എന്ന് പറയുന്ന എൻസൈം ദറ്റ് കാറ്റലൈസസ് ദറ്റ് ഡീകമ്പോസിഷൻ. അതായത് യൂറിയ എന്താക്കി കൺവേർട്ട് ചെയ്യുന്നു, അമോണിയ ആക്കി കൺവേർട്ട് ചെയ്യാനായിട്ട് ഈ എൻസൈം യൂറിയേസ് ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ സിക്സ്ത് വൺ നമ്മുടെ സ്റ്റൊമക്കിലുള്ള പെപ്സിൻ എന്ന് പറയുന്ന എൻസൈം അത് പ്രോട്ടീനെ ഫസ്റ്റ് പെപ്റ്റൈഡ്സ് ആക്കി കൺവേർട്ട് ചെയ്യുന്നു. അതിനുശേഷം ഇൻറ്റസ്റ്റൈനിലുള്ള പാൻക്രിയാറ്റിക് ട്രിപ്സിൻ കൺവേർട്സ് പ്രോട്ടീൻസ് ഇൻറ്റു അമിനോ ആസിഡ്സ് by hydrolysis. പ്രോട്ടീൻസ് അമിനോ ആസിഡായിട്ട് മാറുന്ന ആ ഒരു കൺവേർഷൻ പെപ്സിൻ എന്ന് പറയുന്ന ആ എൻസൈമിൻ്റെ ഹെൽപ്പോടുകൂടി നടക്കുന്നു എന്നുള്ളത് ഓർത്തിരിക്കാം. അപ്പോൾ ഇത്രയുമാണ് അതിൻ്റെ അകത്തെ എൻസൈമുകളുടെ അല്ലെങ്കിൽ എൻസൈമാറ്റിക് റിയാക്ഷൻസിൻ്റെ എക്സാമ്പിളായിട്ട് പറയുക. നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻസൈം കറ്റാലിസിസ്. അപ്പോൾ അവിടെ പ്രധാനമായിട്ട് നമ്മൾ ഒരു 6 പോയിൻറ്റ്സാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് മോസ്റ്റ് ഹൈലി എഫിഷ്യൻറ്റ്.
Second point is highly specific nature. Third point is highly active under optimum temperature. Fourth point is highly active under optimum pH. Fifth point is increasing activity in presence of activators and coenzymes. Then sixth one is influence of inhibitors and poisons. അപ്പോൾ അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് മോസ്റ്റ് ഹൈലി എഫിഷ്യൻറ്റ്. അപ്പോൾ ഒരു മോളിക്യൂൾ എൻസൈമിന് 1 മില്യൺ മോളിക്യൂൾ റിയാക്റ്റൻസിനെ ട്രാൻസ്ഫോം ചെയ്യാനുള്ള ഒരു മിനിറ്റിൽ തന്നെ ആ ഒരു റിയാക്റ്റൻറ്റ് മോളിക്യൂൾസിനെ അത്രയും റിയാക്റ്റൻറ്റ് മോളിക്യൂൾസിനെ ട്രാൻസ്ഫോം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി എൻസൈംസിനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഹൈലി എഫിഷ്യൻ്റാണ്, എൻസൈംസ് ആർ മോസ്റ്റ് ഹൈലി എഫിഷ്യൻ്റ് എന്ന് പറയാനായിട്ട് സാധിക്കുക. പിന്നെ അതിൻ്റെ അകത്ത് രണ്ടാമത്തെ പോയിൻ്റ് ഹൈലി സ്പെസിഫിക് നേച്ചർ. അപ്പോൾ എൻസൈംസ് ആർ ഹൈലി സ്പെസിഫിക് ഇൻ നേച്ചർ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതിനുള്ള കാരണം ഒരു പർട്ടിക്കുലർ എൻസൈം ഒരു പർട്ടിക്കുലർ റിയാക്ഷനിൽ മാത്രമേ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുള്ളൂ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യൂറിയേസ് എന്ന് പറയുന്ന എൻസൈം, അതിന് ഹൈഡ്രോളിസിസ് ഓഫ് യൂറിയയുടെ ആ ഒരു പ്രോസസ്സിൽ മാത്രമേ ആ ഒരു എൻസൈം കാറ്റലിസിസ് അല്ലെങ്കിൽ ആ എൻസൈമിൻ്റെ റിയാക്ഷൻ പ്രധാനമായിട്ട് നടക്കത്തുള്ളൂ. അതുപോലെ ഇറ്റ് ഡസ് നോട്ട് കാറ്റലൈസ് ഹൈഡ്രോളിസിസ് ഓഫ് എനി അതർ അമൈഡ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ റിയാക്ഷനിൽ അല്ലെങ്കിൽ റിയാക്ഷൻ നടത്താൻ ഒരു പർട്ടിക്കുലർ എൻസൈമേ ഹെൽപ്പ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ടാണ് അത് ഹൈലി സ്പെസിഫിക് ഇൻ നേച്ചറാണ് എന്ന് പറയാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ അടുത്ത പോയിൻ്റ് ഹൈലി ആക്റ്റീവ് അണ്ടർ ഒപ്റ്റിമം ടെമ്പറേച്ചർ. അപ്പം ഈ എൻസൈമിൻ്റെ റേറ്റ് അല്ലെങ്കിൽ ദ റേറ്റ് ഓഫ് ആൻ എൻസൈം റിയാക്ഷൻ ബിക്കം മാക്സിമം അറ്റ് എ ഡെഫിനിറ്റ് ടെമ്പറേച്ചർ. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ എൻസൈമാറ്റിക് റിയാക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ റേറ്റ് മാക്സിമത്തിലെത്തും. അപ്പോൾ ആ ഒരു മാക്സിമം ടെമ്പറേച്ചറിനെ നമ്മൾ ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്നാണ് പറയുക. അപ്പോൾ ഒപ്റ്റിമം ടെമ്പറേച്ചറിലാണ് എൻസൈമാറ്റിക് റിയാക്ഷൻ മാക്സിമത്തിലെത്തുക. അതിൻ്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും, അതായത് ആ ടെമ്പറേച്ചറിന് മുന്നിലും ആ ടെമ്പറേച്ചറിന് ശേഷവും ആ ഒരു എൻസൈം ആക്ടിവിറ്റി കുറഞ്ഞു വരുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ നമ്മുടെ ഒപ്റ്റിമം ടെമ്പറേച്ചർ എൻസൈമാറ്റിക് ആക്ടിവിറ്റിയുടെ ആ ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറയുന്നത് 298 കെൽവിൻ മുതൽ 310 കെൽവിൻ വരെയാണ്. നമ്മുടെ ബോഡി ടെമ്പറേച്ചർ നമുക്കറിയാം 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത് കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്ത് പറയുമ്പോൾ 310 കെൽവിനാണ്. അപ്പോൾ ആ ഒരു റേഞ്ച് ഒന്ന് ഓർത്തിരുന്നേക്കുക. 310 കെൽവിൻ നമ്മുടെ ബോഡിയിലെ ആ എൻസൈം കാറ്റലൈസ്ഡ് റിയാക്ഷൻസ് നടക്കാൻ പ്രാപ്തമാണ്. പിന്നെ അടുത്ത അതിൻ്റെ അകത്ത് വരുന്നത് ഹൈലി ആക്റ്റീവ് അണ്ടർ ഒപ്റ്റിമം pH. അപ്പോൾ അവിടെ പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ റിയാക്ഷൻ നമ്മുടെ എൻസൈം കാറ്റലിസിസ് അല്ലെങ്കിൽ എൻസൈമാറ്റിക് റിയാക്ഷൻസ് മാക്സിമത്തിലെത്തുന്നു ഒരു പർട്ടിക്കുലർ pHൽ. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ pHനെയാണ് നമ്മൾ ഒപ്റ്റിമം pH എന്ന് പറയുന്നത്. അതിൻ്റെ വാല്യൂ വരുന്നത്, ആ pHൻ്റെ വാല്യൂ വരുന്നത് 5 to 7 വരെയാണ്. പിന്നെ അടുത്ത പോയിൻ്റ് ഇൻക്രീസിങ് ആക്ടിവിറ്റി ഇൻ പ്രസൻസ് ഓഫ് ആക്ടിവേറ്റേഴ്സ് ആൻഡ് കോ എൻസൈം. അപ്പോൾ ചില സബ്സ്റ്റൻസിൻ്റെ പ്രസൻസ് എൻസൈമാറ്റിക് ആക്ടിവിറ്റിയെ ഇൻക്രീസ് ചെയ്യിക്കും. അപ്പോൾ ആ ഒരു സബ്സ്റ്റൻസിനെയാണ് നമ്മൾ കോ എൻസൈംസ് എന്ന് പറയുക. ദ എൻസൈമാറ്റിക് ആക്ടിവിറ്റി ഈസ് ഇൻക്രീസ്ഡ് ഇൻ ദ പ്രസൻസ് ഓഫ് സർട്ടൻ സബ്സ്റ്റൻസസ് നോൺ ആസ് കോ എൻസൈംസ്. അപ്പം അത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വൈറ്റമിൻ. അപ്പോൾ വൈറ്റമിൻസ് ചില എൻസൈംസിൻ്റെ കൂട്ടത്തിൽ കാണപ്പെടുമ്പോൾ അത് ആ ഒരു കാറ്റലിറ്റിക് ആക്ടിവിറ്റിയെ എൻഹാൻസ് ചെയ്യിക്കാനായിട്ട് കാരണമായി തീരും. വൈറ്റമിൻസിൻ്റെ പ്രസൻസ് എൻസൈമാറ്റിക് ആക്ടിവിറ്റിയെ അല്ലെങ്കിൽ ആ ഒരു കാറ്റലിറ്റിക് ആക്ടിവിറ്റിയെ എൻഹാൻസ് ചെയ്യിക്കാൻ കാരണമായി തീരുന്നു.
അതാണ് അവിടെ പറയുക, ഇൻക്രീസിങ് ആക്ടിവിറ്റി ഇൻ പ്രസൻസ് ഓഫ് ആക്ടിവേറ്റേഴ്സ് ആൻഡ് കോഎൻസൈം. ഇനി ആക്ടിവേറ്റേഴ്സ് എന്താണ്? ആക്ടിവേറ്റേഴ്സ് എന്ന് പറയുന്നത് ജനറലി മെറ്റൽ അയോൺസ് ആണ്. അതായത് സോഡിയം അയോൺ, മാംഗനീസ്, Mn2+, പിന്നെ CO2+, കോപ്പർ, Cu2+ അയോൺസ്, അതൊക്കെയാണ് നമ്മൾ ഈ മെറ്റൽ അയൺസൊക്കെയാണ് സാധാരണ ആക്ടിവേറ്റേഴ്സ് എന്ന് പറയുക. അപ്പോൾ അതിൻ്റെ ഒരു ഈ ആക്ടിവേറ്റേഴ്സിൻ്റെ പ്രസൻസും ഇതുപോലെ തന്നെ ആ കാറ്റലൈറ്റിക് ആക്ടിവിറ്റിയെ, എൻസൈമാറ്റിക് ആക്ടിവിറ്റിയെ ഇൻക്രീസ് ചെയ്യിക്കാനായിട്ട് അല്ലെങ്കിൽ എൻഹാൻസ് ചെയ്യിക്കാനായിട്ട് സഹായമായി തീരും. എക്സാമ്പിൾ പറയുവാണെങ്കിൽ അമിലേസ് ഇൻ പ്രസൻസ് ഓഫ് സോഡിയം ക്ലോറൈഡ്. ആ സോഡിയം ക്ലോറൈഡിൻ്റെ അകത്ത് സോഡിയം അയോൺസിൻ്റെ പ്രസൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു സോഡിയം അയോൺസിൻ്റെ പ്രസൻസിൽ ആ ഒരു പ്രോസസ്സ്, എൻസൈമാറ്റിക് ആക്ടിവിറ്റി കുറച്ചും കൂടി നന്നായി നടക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. നെക്സ്റ്റ്, ഇൻഫ്ലുവൻസ് ഓഫ് ഇൻഹിബിറ്റേഴ്സ് ആൻഡ് പോയിസൺസ് ആണ്. അപ്പോൾ അവിടെ ചില ഇൻഹിബിറ്റേഴ്സ് എന്താണ്, പോയിസൺസ് എന്താണെന്നുള്ളത്, അല്ലെങ്കിൽ പോയിസൺസ് എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ എൻസൈംസിൻ്റെ ആ ഒരു പ്രോസസ്സിനെ കുറച്ച് ഡിക്രീസ് ചെയ്യിക്കാനായിട്ട്, അതിൻ്റെ ആക്ടിവിറ്റി ഡിക്രീസ് ചെയ്യിക്കാനായിട്ട് ചില സബ്സ്റ്റൻസസ് കാരണമായി തീരാറുണ്ട്. അവയാണ് നമ്മൾ ഇൻഹിബിറ്റേഴ്സ് അല്ലെങ്കിൽ പോയിസൺസ് എന്ന് പറയുക. അപ്പോൾ ഈ ഇൻഹിബിറ്റേഴ്സ് അല്ലെങ്കിൽ പോയിസൺസ് ഈ എൻസൈം സർഫസിലുള്ള ഫങ്ഷണൽ ഗ്രൂപ്പുമായിട്ട് അത് ഇൻട്രാക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു ആക്ടിവിറ്റിയെ റെഡ്യൂസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ആ എൻസൈമാറ്റിക് റിയാക്ഷൻ റെഡ്യൂസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് കാരണമായി തീരാറുണ്ട്. അപ്പം ചില എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചില ഡ്രഗ്സ് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് പറയാവുന്നതാണ്. ആ ഡ്രഗ്സിൻ്റെ ആക്ഷൻ മൂലം ആ എൻസൈമാറ്റിക് ആക്ടിവിറ്റി റെഡ്യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക്, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പ്രോസസ്സ് കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് മെക്കാനിസം ഓഫ് എൻസൈം കറ്റാലിസിസ് ആണ്. ആ മെക്കാനിസം നമ്മൾ വേണമെങ്കിൽ നമുക്കതിനെ ലോക്ക് ആൻഡ് കീ മെക്കാനിസം എന്നും കൂടി പറയാം. നമുക്കറിയാം, ഒരു പർട്ടിക്കുലർ ലോക്കിന് ഒരു പർട്ടിക്കുലർ കീയെ ആപ്റ്റ് ആവത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഒരു പർട്ടിക്കുലർ എൻസൈം നമ്മളെടുത്താൽ എൻസൈമിനെ നമ്മൾ കാറ്റലിസ്റ്റായിട്ട് പറയുന്നു. സബ്സ്ട്രേറ്റ്, അടുത്ത ഒരു സാധനം എന്ന് പറയുന്നത് സബ്സ്ട്രേറ്റ് റിയാക്റ്റൻസ് ആയിട്ടാണ് നമ്മൾ പറയുക. അപ്പോൾ ആ എൻസൈമിനും സബ്സ്ട്രേറ്റിനും ആപ്റ്റായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു സബ്സ്ട്രേറ്റിന് ആപ്റ്റായിട്ടുള്ള എൻസൈം മാത്രമേ അതിൻ്റെ ഈ സബ്സ്ട്രേറ്റിൻ്റെ ആക്റ്റീവ് സൈറ്റിലേക്ക് വന്ന് ഈ എൻസൈം അറ്റാച്ച് ചെയ്യണമെങ്കിൽ അതിന് ആപ്റ്റായിട്ടുള്ള സബ്സ്ട്രേറ്റിന് ആപ്റ്റായിട്ടുള്ള എൻസൈം ആണെങ്കിൽ മാത്രമേ ആ ഒരു പ്രോസസ്സ് അവിടെ നടക്കുകയുള്ളൂ. അതുപോലെ തന്നെ അവിടെ ഫസ്റ്റ് ഫോം ചെയ്യുന്നത് ആ എൻസൈമും സബ്സ്ട്രേറ്റും കൂടി റിയാക്ഷൻ നടന്നിട്ട് ഒരു എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ആണ് ഫോം ചെയ്യുക, അല്ലെങ്കിൽ എൻസൈം സബ്സ്ട്രേറ്റ് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആണ് അവിടെ ഫോം ചെയ്യുന്നത്. അതിനുശേഷം എൻസൈം നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കിട്ടുകയും പ്രോഡക്റ്റ് സെപ്പറേറ്റ് ചെയ്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ആ ഒരു പ്രോസസ്സിൽ പ്രധാനമായിട്ടും 2 സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അതിൽ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ബൈൻഡിങ് ഓഫ് എൻസൈം ടു സബ്സ്ട്രേറ്റ് ടു ഫോം ആൻ ആക്ടിവേറ്റഡ് കോംപ്ലക്സ്. അപ്പം എൻസൈമും സബ്സ്ട്രേറ്റും കൂടി കമ്പൈൻ ചെയ്തിട്ട്, അല്ലെങ്കിൽ ബൈൻഡ് ചെയ്തിട്ട് ഒരു എൻസൈം സബ്സ്ട്രേറ്റ് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് അവിടെ ഫോം ചെയ്യും. ആക്ടിവേറ്റഡ് കോംപ്ലക്സ് എന്നാണ് അതിന് പറയുക, എൻസൈം സബ്സ്ട്രേറ്റ് ആക്ടിവേറ്റഡ് കോംപ്ലക്സ്. അതിനുശേഷം സ്റ്റെപ്പ് 2 പറയുന്നത് ഡീകമ്പോസിഷൻ ഓഫ് ദി ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ടു ഫോം പ്രോഡക്റ്റ്. ആ എൻസൈം സബ്സ്ട്രേറ്റ് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഡീകമ്പോസ് ചെയ്തിട്ട് എൻസൈമായിട്ട്, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് അവിടെ കിട്ടുന്നു. അപ്പം എൻസൈംസ് ആ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഡീകമ്പോസ് ചെയ്ത് എൻസൈമായിട്ടും പ്രൊഡക്റ്റായിട്ടും അവിടെ മാറുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പം എൻസൈം ഇപ്പോൾ ഒരു കീ ആയിട്ട് നമ്മൾ ഉപമിക്കുകയാണ് എങ്കിൽ സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നതാണ് അവിടുത്തെ ലോക്ക്. അപ്പോൾ അത് രണ്ടും ആപ്റ്റായിട്ട് ഇരുന്നാൽ മാത്രമേ ആ ഒരു പ്രോസസ്സ് ക്യാരി ഔട്ട്, അത് നടക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ്, കാറ്റലിസ്റ്റ് ഇൻ ഇൻഡസ്ട്രി ആണ് നമ്മൾ നോക്കുക.
അപ്പോൾ പല ഇൻഡസ്ട്രിയിലും ധാരാളം കാറ്റലിസ്റ്റുകൾ യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഹേബേഴ്സ് പ്രോസസ്സ് അറിയാം. മാനുഫാക്ചർ ഓഫ് അമോണിയാണ് ഹേബേഴ്സ് പ്രോസസ്സ്. അപ്പോൾ ആ ഹേബേഴ്സ് പ്രോസസ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു കാറ്റലിസ്റ്റ് ഫൈനലി ഡിവൈഡഡ് അയൺ, പിന്നെ അതിൻ്റെ അകത്ത് മോളിബ്ഡിനെ നമ്മൾ നേരത്തെ ഒന്ന് കണ്ടായിരുന്നു, പ്രൊമോട്ടറായിട്ട് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അതിൻ്റെ കണ്ടീഷൻസ് 200 ബാർ പ്രഷർ, 723 to 773 കെൽവിൻ ടെമ്പറേച്ചർ. പിന്നെ ഇപ്പോൾ നൗഡേയ്സ് എ മിക്സ്ചർ ഓഫ് അയൺ ഓക്സൈഡ് ആൻഡ് പൊട്ടാസ്യം ഓക്സൈഡ് ആൻഡ് അലുമിന ഈസ് യൂസ്ഡ്. അപ്പം ആ ഒരു ജസ്റ്റ് അതിൻ്റെ ആ ഒരു പ്രോസസ്സിൽ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് ഏതാണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ രണ്ടാമതൊരു എക്സാമ്പിൾ പറയുന്നത് ഓസ്റ്റ്വാൾസ് പ്രോസസ്സ് എന്ന് പറയുന്നത് മാനുഫാക്ചർ ഓഫ് നൈട്രിക് ആസിഡിനെയാണ്, ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഓസ്റ്റ്വാൾസ് പ്രോസസ്സ് എന്ന് പറയുക. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് പ്ലാറ്റിനൈസ്ഡ് ആസ്ബറ്റോസ് ആണ്. അവിടുത്തെ ടെമ്പറേച്ചർ നമ്മൾ യൂസ് ചെയ്യുന്നത് 573 കെൽവിൻ ടെമ്പറേച്ചറാണ്. അതുപോലെ തേർഡ് എക്സാമ്പിൾ പറയുക കോണ്ടാക്ട് പ്രോസസ്സ് ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞിട്ടുള്ളതാണ്. മാനുഫാക്ചർ ഓഫ് സൾഫ്യൂരിക് ആസിഡാണ് കോണ്ടാക്ട് പ്രോസസ്സ് എന്ന് പറയുക. അപ്പോൾ അവിടെയും നമ്മൾ പ്ലാറ്റിനൈസ്ഡ് ആസ്പെറ്റോസ് ഓർ വനേഡിയം പെൻഡോക്സൈഡാണ് കാറ്റലിസ്റ്റായിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ ആ ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറയുന്നത് 673 to 723 കെൽവിനാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ആ ഒരു ടോപ്പിക്കിൽ വരുന്നത്. താങ്ക് യു.